അങ്ങനെ ഗണ്ടിക്കോട്ടയിലെ കാഴ്ചകളെ കണ്ടതിന് ശേഷം ഞാൻ പോയത് ഭൂമിയിലെ തന്നെ ഏറ്റവും അത്ഭുതമായിട്ടുള്ള നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട അത് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലത്തേക്കാണ്. അതാണ് ബേലും കേവ്സ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു നദി ഭൂമിക്കടിയിലൂടെ ഒഴുകി അതുണ്ടാക്കി എടുത്തിട്ടുള്ള ഒരു യൂണിവേഴ്സ് ആണ് കേട്ടോ ഈ ബേലും കേവ്സ് എന്ന് പറയുന്നത്. ഗണ്ടിക്കോട്ടയിൽ നിന്ന് ഏകദേശം ഒരു 60 കിലോമീറ്റർ മാറിയിട്ടാണ് നമ്മുടെ ബേലും കേവ്സ് ഉള്ളത്. ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് നമുക്കൊരു 70 രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഗുഹയ്ക്കുള്ളിലേക്ക് കയറാം. ഏകദേശം 3 കിലോമീറ്ററോളം പരന്നു കിടക്കുന്ന ഈ ഒരു ഗുഹയിൽ 1.5 കിലോമീറ്റർ ആണ് കേട്ടോ നമ്മൾ സഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചിത്രാവതി എന്ന് പറഞ്ഞ ഒരു നദി, ആ ഒരു നദി ഭൂമിക്കടിയിലൂടെ ഒഴുകിയാണ് കേട്ടോ ഇതുപോലൊരു ഗുഹ രൂപപ്പെടുന്നത്. നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗുഹയാണ് കേട്ടോ ബേലും കേവ്സ്. 1884 ഒരു ബ്രിട്ടീഷ് സർവേയർ ആണ് ഇതൊരു സാധാരണ ഗുഹയല്ല, ഇത് അത്യാവശ്യം പ്രാധാന്യമുള്ള ഒരു ഗുഹയാണെന്ന് മനസ്സിലാക്കുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗുഹ പരിവേഷണം ചെയ്യുന്നതിന് മുമ്പുണ്ടല്ലോ ഇവിടുത്തെ ഗ്രാമത്തിലുള്ള ആൾക്കാർ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്നും അവരുടെ വീടുകളിൽ നിന്നൊക്കെയുള്ള സകലമാന വേസ്റ്റുകളും കൊണ്ട് ഡംപ് ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു കേവ് ആണ് കേട്ടോ ഇത്. കാരണം അന്ന് ഇതിന്റെ പ്രാധാന്യം എന്തായാലും ഇന്ത്യക്കാർക്ക് അറിയത്തില്ല. അങ്ങനെ ഏകദേശം 3.5 കിലോമീറ്ററോളം ഈ ഒരു ഗുഹ നമ്മൾ പരിവേഷണം ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന കുഴയിലൂടെ വെളിയിലുള്ള ഓക്സിജൻ ഗുഹയ്ക്കുള്ളിലേക്ക് വലിച്ചെടുത്താണ് കേട്ടോ ഇതിനകത്ത് ഓക്സിജൻ സപ്ലൈ കൊടുക്കുന്നത്. ഇൻ കേസ് നമ്മൾ ഇതിനുള്ളിൽ കയറിയിട്ട് പാനിക് ആവുകയാണല്ലോ, നമുക്ക് ചെറിയ രീതിയിൽ ശ്വാസം മുട്ടലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസിന്റെ കീഴിൽ ഒരു 3 മിനിറ്റ് നേരം നിന്നാൽ മതി, ഗുഹയ്ക്കുള്ളിൽ കയറി ഒരു ആങ്സൈറ്റി ഒക്കെ നമുക്ക് മാറി കിട്ടും. ഗൈസ്, ഇത് നമ്മുടെ ഇന്ത്യയിലാണ്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് ഇത് കണ്ടിരിക്കണം. നിങ്ങളുടെ വീടുകളിൽ പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അവരെയും കാണിച്ചിരിക്കണം. ഇതുപോലുള്ള ഒരുപാട് അത്ഭുതങ്ങൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു രാജ്യമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യ.